ഓം ശാന്തി. ജീവിതത്തിൽ ശാരീരികമായ ആരോഗ്യവും ശക്തിക്കുമൊപ്പം തന്നെ മാനസികമായ ആരോഗ്യം വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഘടകമാണ്. ഒരാൾക്ക് മാനസികമായി ശക്തി ഇല്ലയെന്നുണ്ടെങ്കിൽ ശാരീരികമായി എത്ര തന്നെ അവർ ഫിറ്റാണെങ്കിലും സ്ട്രോങ് ആണെങ്കിലും സമയം വരുമ്പോൾ തളർന്നു പോകും മനുഷ്യന്മാർ. എത്ര ശക്തിശാലിയായിട്ട് ഒരാളാണെങ്കിലും ഭയം അവരെ കീഴ്പ്പെടുത്തുന്നുവെങ്കിൽ ഒന്ന് നിന്നിടത്തുനിന്ന് ഇളകാൻ പോലും പറ്റാതാവുന്ന അവസ്ഥ വരെ മനുഷ്യന്മാർക്ക് വരും. അതുകൊണ്ട് ഒരാൾ മാനസികമായിട്ട് സ്ട്രോങ് ആവുന്നതാണ് ഏറ്റവും അത്യാവശ്യമായിരിക്കുന്ന ഘടകം. ഇന്ന് ഞാൻ നിങ്ങൾക്ക് മാനസികമായി സ്ട്രോങ് ആവാനുള്ളതായിരിക്കുന്ന കുറച്ച് ടിപ്സാണ് തരാൻ ആഗ്രഹിക്കുന്നത്. ഇതിൽ ഒന്നാമത്തെ ടിപ്പ് നമ്മുടെ നല്ല സ്മരണകൾ തന്നെയാണ്. ഞാൻ സൂരജ് ഭായിൻ്റെ ക്ലാസ് കേട്ടത് ഓർമ്മിക്കുകയാണ്. നശേ കി പോയിന്റ്സ് എന്ന് ഭായിൻ്റെ വാക്ക് ഞാൻ എടുത്തു പറയുകയാണ്. നശേ കി പോയിന്റ്സ് പരമാത്മ മഹാവാക്യത്തിൽ പലപ്പോഴും പറയാറുണ്ട് നശേ കി പോയിന്റ്സ്, ലഹരിയുടെ പോയിന്റുകൾ. ഏത് ലഹരി? എൻ്റെ ജീവിതത്തിൽ ഞാൻ നേടിയ വിജയങ്ങളെ ഓർക്കുമ്പോൾ ഒരു മനുഷ്യന് തന്നെത്താൻ നമ്മളുള്ളിൽ നിന്ന് ഇപ്പോഴും എന്നെ കൊണ്ടത് സാധിക്കും എന്നൊരു വിചാരം വരും. ആ വിചാരം തന്നെ അവൻ്റെ ഉള്ളിൽ ഏത് പ്രതിസന്ധിയെയും തരണം ചെയ്യാനൊരു ശക്തിയും വരും. ഇതിനെ ഒരു ബുക്കിൽ എഴുതിയിട്ടുള്ളത് ഞാൻ വായിച്ചിട്ടുണ്ട്, നിങ്ങളുടെ കുക്കി ജാർ എന്ന്. നമ്മുടെ ലൈഫിൽ എന്തെങ്കിലും ഒരു ഹാപ്പിനെസ്സിൻ്റെ ഒരു കാര്യം ഉണ്ടാകുമ്പോൾ അഥവാ നമ്മുടെ വിജയത്തിൻ്റെ ഒരു കാര്യം ഉണ്ടാകുമ്പോൾ ആ സമയത്തെ നമ്മുടെ സന്തോഷം, ഉന്മേഷം, ഉത്സാഹം, ആ സ്മൃതികൾ, ആ സമയത്ത് നമ്മൾ ചെയ്ത കാര്യങ്ങൾ, അതിനൊക്കെ സ്വയം നമുക്കുള്ള ഒരു ചോക്ലേറ്റായിട്ട് കണക്കാക്കുക. എന്നിട്ട് സാങ്കല്പികമായിരിക്കുന്ന ഒരു ജാറിൽ ആ ചോക്ലേറ്റിനെ ഇട്ട് വെക്കുന്നതായിട്ട് കണക്കാക്കുക. ഒരു പ്രാവശ്യം നമ്മുടെ ലൈഫിൽ എന്തെങ്കിലും ഒരു കാര്യം നമുക്ക് സക്സസ് ഉണ്ടാവുമ്പോൾ അല്ലെങ്കിൽ ഒരു വിജയം ഉണ്ടാവുമ്പോൾ നമുക്കൊരു നേട്ടം കിട്ടിയെന്നുള്ളതായിട്ടുള്ള സന്തോഷം ഉണ്ടാവുമ്പോൾ നമ്മൾ ആ സമയത്ത് ഉപയോഗിച്ചതായിരിക്കുന്ന ഉന്മേഷം, ഉത്സാഹം, ആ സമയത്ത് നമുക്കുണ്ടായതായിട്ടുള്ള നമ്മുടെ ചിന്താധാര, ആ മനസ്സിൻ്റെ ഭാവം, ഇതൊക്കെ തന്നെ ശരിക്കും പറഞ്ഞ് നമുക്കൊരു നല്ല വീണ്ടും ഓർമ്മിക്കുമ്പോൾ, അതിനെ വീണ്ടും ഓർത്തെടുക്കാൻ കഴിയുമ്പോൾ അത് നമ്മളെ തന്നെത്താൻ ആ ഒരു ലെവൽ ഓഫ് മോട്ടിവേഷനിലേക്ക് ഉയർത്തിക്കൊണ്ടുവരും. ഞാൻ പലപ്പോഴും അനുഭവം കണ്ടിട്ടുണ്ട്. ചില അമ്മമാർ അവരുടെ ജീവിതത്തിൻ്റെ ഏതെങ്കിലും നല്ല കാര്യങ്ങൾ, കല്യാണത്തെക്കുറിച്ച്, ആ സമയത്തെക്കുറിച്ചൊക്കെ ചോദിക്കുമ്പോൾ അവർക്ക് വീണ്ടും ആ നാണം വരുന്നു, ആ ഒരു വിഷമം വരുന്നു. അല്ലെങ്കിൽ ദുഃഖത്തെ അനുഭവിച്ചതായിട്ടുള്ള കാര്യം പറയുമ്പോൾ ഇപ്പോൾ ഭയങ്കര ഹാപ്പി ആയിട്ടായിരിക്കും ജീവിക്കുന്നുണ്ടായിരിക്കാം, എന്നാലും ആ കാലത്തെ ഓർക്കുമ്പോൾ അറിയാതെ അവർ കരഞ്ഞു പോകുന്നു. എന്നുവെച്ചാൽ അർത്ഥം മനസ്സുകൊണ്ട് ആ ഒരു കാലഘട്ടം അതേപോലെ ഓർമ്മിക്കുന്ന സമയത്ത് ആ ഒരു ഫീലിംഗ്, ആ ഒരു എനർജി നമ്മളിലേക്ക് ഒഴുകി എത്തുന്നു എന്നതാണ് നമ്മൾ കാണുന്നത്. അപ്പോൾ നമ്മളെന്ത് ചെയ്യണം? ഇതിനെ പോസിറ്റീവായിട്ട് മാത്രം ഉപയോഗിക്കുക. എന്ത് നല്ല കാര്യം ഉണ്ടാകുമ്പോഴും നമ്മൾ സങ്കല്പം കൊണ്ടൊരു ഇത് എനിക്കുള്ള അപ്രീസിയേഷനാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഇതെൻ്റെ നമ്പർ 1 ചോക്ലേറ്റ് എന്ന് പറഞ്ഞുകൊണ്ട് സാങ്കല്പികമായിരിക്കുന്ന ജാറിൽ ആ ചോക്ലേറ്റ് ഇട്ട് വെച്ച് അടച്ചതായിട്ട് കണക്കാക്കുക. അങ്ങനെ ലൈഫിൽ ഓരോ പ്രാവശ്യം ഉണ്ടാകുമ്പോഴും അതിനെ അനലൈസ് ചെയ്യും. ഓക്കെ, ഈ സമയത്ത് ഈ സക്സസ് നേടിയപ്പോൾ എനിക്ക് ഞാൻ എൻ്റെ മൂല്യങ്ങളൊക്കെ ഉപയോഗിച്ചിട്ടുണ്ട്. ഈ രീതിയിൽ നമ്മളൊരു സെൽഫ് ആയിട്ട് അവനവനെ തന്നെ ഒരു വിശകലനം നടത്തുകയും അതിനെ നമ്മൾ മനസ്സിലാക്കുകയും പഠിക്കുകയും ചെയ്യുമ്പോൾ അതെല്ലാം തന്നെ എൻ്റെ സെക്കൻഡ് ചോക്ലേറ്റ്, തേർഡ് ചോക്ലേറ്റ് എന്ന് പറഞ്ഞുകൊണ്ട് അത് നമ്മൾ ആ ഒരു ജാറിലിട്ട് അടച്ചു വെക്കുന്നതായിട്ട് സങ്കല്പിക്കാം. എപ്പോഴെങ്കിലും നമുക്ക് ഉത്സാഹം കുറവ് തോന്നുമ്പോൾ, ഉന്മേഷം കുറവ് തോന്നുമ്പോൾ മനസ്സിനോട് പറയാം ഞാൻ എൻ്റെ ജാർ ഓപ്പൺ ആക്കുകയാണ്. എന്നിട്ട് ആ ജാറിനെ തുറന്നെടുത്ത് അതിൽ നിന്ന് ഓരോരോ കാര്യങ്ങൾ ഓർമ്മിക്കുക. ഇപ്പോൾ എനിക്ക് സ്വാഭാവികമായിട്ടും സ്മൃതികളുടെ സ്വഭാവം അനുസരിച്ച് അസോസിയേറ്റ് മെമ്മറി സഹായിച്ചുകൊണ്ട് തന്നെ ഒരു കാര്യം നമ്മൾ ഓർക്കാൻ ശ്രമിക്കുമ്പോൾ അതിനനുബന്ധമായിരിക്കുന്ന കാര്യങ്ങൾ ഓർക്കാൻ നോക്കുകയാണെങ്കിൽ അത് വളരെ വേഗം റിലേറ്റഡ് ആയിട്ട് ഓർമ്മ വന്നുകൊണ്ടേയിരിക്കും. അതറിയാതെ ഓർമ്മ വരും, പലപ്പോഴും നെഗറ്റീവ്, അറിഞ്ഞുകൊണ്ട് ഓർക്കേണ്ടിയിരിക്കുന്നു പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ. അങ്ങനെ ഓർക്കുമ്പോൾ ആ സമയത്ത് ഉന്മേഷം, ഉത്സാഹം നമ്മൾ ഉണർന്നു വരികയും നമുക്ക് മുന്നോട്ട് പോകാനായിട്ടുള്ള മാനസികമായ ശക്തിയെ വീണ്ടെടുക്കാനായിട്ട് സാധിക്കുകയും ചെയ്യും. ഇതിനെയാണ് ഒരു കുക്കി ജാർ എന്ന്, ഒരു കുക്കീസ് ആ ജാറിലിട്ട് വെക്കുന്നതായിട്ട് സങ്കല്പിക്കുന്നു. ആ ഒരു ടെക്നിക്ക് പറയുന്നത് പരമാത്മ മഹാവാക്യത്തിൽ പലപ്പോഴും നമ്മുടെ അടുത്ത് ഇതുപോലെ ജീവിതത്തിലുണ്ടായ നല്ല നിമിഷങ്ങളെ നമ്മൾ ഓർമ്മിച്ചു വെക്കുമ്പോൾ ആ നിമിഷം നിങ്ങൾ വീണ്ടും ഓർക്കുമ്പോൾ അതേ മാനസികാവസ്ഥയിൽ ഉയരുമെന്നും അവിടെ നിന്ന് ആ ലഹരിയുടെ പോയിന്റുകൾ നിങ്ങൾ ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ശക്തിയായിട്ട് മാറും എന്നും പരമാത്മ മഹാവാക്യത്തിൽ ഞാൻ പഠിച്ചതായിട്ട് ഓർക്കുന്നുണ്ട്. രണ്ടാമത്തെ കാര്യം എന്ന് വെച്ചാൽ 40% റൂളാണ്. അതായത് ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഒരിക്കലും ഒരു കർമ്മം ചെയ്യുന്ന സമയത്ത് അവൻ്റെ 100% എനർജി ഉപയോഗിച്ചിട്ടുണ്ടായിരിക്കില്ല. ഞാൻ തളർന്നു, എനിക്കിനി പറ്റില്ല എന്ന് തോന്നുന്ന സമയത്ത് പോലും അവരുടെ ആ ഒരു ശക്തിയുടെ 40% മാത്രമേ ഉപയോഗിച്ചിട്ടുണ്ടാവുള്ളൂ. ഇപ്പോൾ 40% റൂൾ നമ്മുടെ അടുത്ത് പറയുന്നത് അങ്ങനെ ആ ഒരു ശക്തിയുടെ മാക്സിമം ആയി നിങ്ങൾക്ക് തോന്നുമ്പോൾ കുറച്ചും കൂടെ കൂടുതൽ ചെയ്യാൻ. അതായത് ഉദാഹരണം പറയുമ്പോൾ നമ്മൾ പുഷപ്പ് എടുക്കുക എന്ന് വിചാരിച്ചോളൂ. ഒരു 30 പ്രാവശ്യം പുഷപ്പ് എടുത്തപ്പോഴത്തേക്കും തളർന്നു പോകുന്ന നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ ചെയ്തിട്ട് കുറേയും
ഇത്രയും കൂടെ ചെയ്തിട്ട് ശരീരത്തിന് രോഗം ഉണ്ടാക്കുന്ന അല്ലെങ്കിൽ അപകടം വരുത്തുന്ന രീതിയിൽ പോകാനല്ല പറയുന്നത്. പക്ഷേ അറ്റ്ലീസ്റ്റ് ഒരു 5-6 എണ്ണം കൂടുതൽ എടുക്കുക. മീൻസ് ചെറിയൊരു ഡോസിനെ കൂട്ടുക. അങ്ങനെ കൂട്ടി 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 നമുക്ക് എത്ര വേണമെങ്കിൽ സ്ട്രെങ്ത് ശരീരത്തിനുള്ളിൽ ഡെവലപ്പ് ചെയ്യാൻ പറ്റും. ശരീരത്തിൽ മാത്രമല്ല മനസ്സുകൊണ്ടാണെങ്കിലും. ഇനി എന്നെക്കൊണ്ടാവില്ല എന്ന് തോന്നുന്ന സമയത്ത് ആവട്ടെ, കുറച്ചുകൂടെ ഞാൻ സഹിക്കട്ടെ എന്ന് നിങ്ങൾ തോന്നിക്കഴിഞ്ഞാൽ ആ കുറച്ചു കൂടുതൽ സമയം നിങ്ങളുടെ ആ മനഃശക്തിനെ, വിൽ പവറിനെ, ഇച്ഛാശക്തിനെ ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കും. വിശന്നിട്ട് നിങ്ങൾക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. നിങ്ങളൊരു വീഡിയോ ഞാൻ ചെയ്തു മുന്നേ ഓർമ്മിക്കുന്നുണ്ടായിരിക്കും, ഇച്ഛാശക്തിയെ വർദ്ധിപ്പിക്കാനതായിട്ടുള്ള 6 വഴികൾ. കയ്യിലൊരു ചോക്ലേറ്റ് പിടിച്ചിട്ട് അത് കഴിക്കാൻ അത്ര ഇഷ്ടം തോന്നുമ്പോൾ അത് കഴിക്കാതെ മാറ്റി വെച്ചുകൊണ്ടിരിക്കുക. പറയുമ്പോൾ കൊച്ചു കാര്യമാണ്, പക്ഷെ ആ കൊച്ചു കാര്യം നമ്മളുള്ളിലേക്ക് വലിയൊരു പവറിനെ ജനറേറ്റ് ചെയ്യും. ഇങ്ങനെ ലൈഫിൽ എനിക്കിപ്പോൾ വളരെ ഇഷ്ടത്തോടെ ചെയ്യാൻ തോന്നുന്നൊരു കാര്യം കുറച്ച് നേരത്തേക്ക് പിടിച്ചു വെക്കുക, ചെയ്യാതിരിക്കുക. എന്നിട്ട് എന്താ കിട്ടാൻ പോകണം, ഒരു വ്യത്യാസം അതിന് വരാൻ പോകുന്നില്ല. പക്ഷെ ആന്തരികമായിട്ട് നമ്മുടെ മനഃശക്തി അതുകൊണ്ട് കുറച്ച് കുറച്ചായിട്ട് കൂടും. അതായത് ചെറിയ ചെറിയ ഡോസ് കൊടുത്തുകൊണ്ട് നമുക്ക് വലിയ സ്ട്രെങ്ത്തിനെ ഡെവലപ്പ് ചെയ്യാനായിട്ട് സാധിക്കും. പിന്നെ മൂന്നാമത്തെ ഒരു കാര്യം, മാനസികമായിട്ടുള്ള നല്ല സ്ട്രെങ്ത് ഉള്ള ആളുകൾ ലൈഫിൽ ഒരിക്കലും തന്നെ എന്തെങ്കിലും ഒരു കാര്യം വരുമ്പോൾ, മോശമായ കാര്യങ്ങളെ ലൈഫിൽ, അത് ഒരുപക്ഷെ ആ സത്യം നമുക്ക് ഇഷ്ടമില്ലാത്തതായിരിക്കാം, അങ്ങനെ സംഭവിക്കരുത് നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യമായിരിക്കാം. അങ്ങനെ സംഭവിച്ചുവെങ്കിൽ എൻ്റെ ലൈഫിൽ അങ്ങനെ ഉണ്ടാവാൻ പാടില്ല എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയല്ല. ഓക്കെ, ഇറ്റ് ഹാപ്പൻ. സംഭവിച്ചതെന്തോ അത് സംഭവിച്ചു, അതിനെ സ്വീകരിക്കുക. അതായത് കയ്പുള്ള സത്യത്തെ സ്വീകരിക്കാനൊരു മനോഭാവം. ഓക്കെ, ഇങ്ങനെയും സംഭവിച്ചു, ജീവിതമല്ലേ, അങ്ങനെയും സംഭവിച്ചേക്കാം. പക്ഷെ ആ സംഭവിച്ചു എന്ന് കരുതി അതിനുള്ളിൽ തന്നെ അയ്യോ ഇങ്ങനെ ആയിപ്പോയേ എന്ന് പറഞ്ഞ് വാടിയിരിക്കുകയല്ല. അങ്ങനെ ഒരു കാര്യം സംഭവിച്ചോ എന്നാൽ അതിനെ അതിജീവിച്ച് മുന്നോട്ട് പോകാനുള്ളതായിരിക്കുന്ന വഴി എന്ന് ഓർത്ത് മുന്നോട്ട് പോകുന്ന മനോഭാവം. നമ്മളൊരു കാര്യം നമ്മൾ ആക്സെപ്റ്റ് ചെയ്യാത്തിടത്തോളം കാലം, സ്വീകരിക്കാത്തിടത്തോളം കാലം അതിൻ്റെ അപ്പുറത്തേക്കുള്ള സ്റ്റെപ്പിലേക്ക് നമ്മൾ പോവുകയില്ല. അതാണ് സത്യം. എൻ്റെ ജീവിതത്തിൽ സാമ്പത്തികമായിട്ട് ഇപ്പോൾ എനിക്കൊരു ക്രാഷ് വന്നിട്ടുണ്ട് എന്നൊരു ഫീൽ ഉണ്ടാവുമ്പോൾ, ഓക്കെ, ആ സാമ്പത്തികമായി ക്രാഷ് വന്ന് ഫീൽ ഉണ്ടാകുമ്പോൾ ഞാൻ പറയുമ്പോൾ നേരെ നെഗറ്റീവ് സെൻസിലേക്ക് പോകരുത്. അയ്യോ എൻ്റെ കയ്യിൽ ഇപ്പോൾ ഒരു പൈസയും ഇല്ല, ഞാൻ കഷ്ടപ്പാടിലാണ് എന്ന് വിഷമിച്ചിരിക്കലല്ല. ഓക്കെ, ഇപ്പോഴത്തെ എൻ്റെ സാമ്പത്തികമായ അവസ്ഥ ഇതാണ് എന്ന് എനിക്ക് അറിയാൻ പറ്റണമല്ലോ. അറിഞ്ഞു കഴിഞ്ഞ ശേഷം അതിന് അടുത്ത സ്റ്റെപ്പ് ഇങ്ങനെയാണ് ഞാൻ അറിയുമ്പോഴാണ് ഓക്കെ, എനിക്ക് മണീനെ അട്രാക്ട് ചെയ്തേ പറ്റുള്ളൂ, എനിക്ക് ആ അബണ്ടൻസ് എൻ്റെ ഉള്ളിലേക്ക് കൊണ്ടുവരണം. അപ്പോൾ ആ ടൈപ്പ് ഓഫ് തോട്ട്സ് ക്രിയേറ്റ് ചെയ്യുകയും ആ ടൈപ്പ് ഓഫ് ഫീലിംഗ് നമ്മൾ ഉണ്ടാക്കുകയും ആറ്റിറ്റ്യൂഡ് ഡെവലപ്പ് ചെയ്യുകയും ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകാൻ പറ്റുക. അതേസമയം ആ ഒരു കാര്യത്തെ ഞാൻ കെയർലെസ്നെസ് ആക്കിയിട്ട് എനിക്കിപ്പോൾ കുറച്ച് പ്രശ്നം വന്നിരിക്കുക, അത് നോക്കി എനിക്ക് ടെൻഷനാവും, ഞാൻ നോക്കുന്നേ ഇല്ല എന്ന് നിങ്ങൾ പറയുന്നുവെങ്കിൽ നിങ്ങൾ ആ അവസ്ഥയെ ഒരിക്കലും തിരിച്ചറിയുന്നേ ഇല്ല. തിരിച്ചറിയാത്തിടത്തോളം കാലം അതിൻ്റെ ഓപ്പോസിറ്റായിട്ട് ഏത് തോട്ട് ക്രിയേറ്റ് ചെയ്യണം, അത് ക്രിയേറ്റ് ചെയ്യാൻ നിങ്ങൾക്ക് സാധിക്കില്ല. അതുകൊണ്ട് ഒരു കാര്യം ലൈഫിൽ നമുക്ക് ഇഷ്ടമില്ലാത്തത് സംഭവിക്കുന്നുവെങ്കിൽ ഓക്കെ, അത് സംഭവിച്ചിട്ടുണ്ട് എന്ന് സ്വീകരിക്കണം. അവിടെ നിന്ന് സ്വീകരിക്കുക ഇൻ ദ സെൻസ് അടുത്ത സ്റ്റെപ്പിലേക്ക് പോകണം എന്നർത്ഥം. അതുകൊണ്ട് അങ്ങനെ മൂന്നാമത്തെ കാര്യം നമ്മൾ ചെയ്യേണ്ടത് സ്വീകരിക്കാനുള്ള മനോഭാവം. നാലാമത്തെ കാര്യം അതിനെ പ്രോപ്പർ വേയിൽ പ്രതികരിക്കാനുള്ളതായിരിക്കുന്ന ശക്തി. എന്നുവെച്ചാൽ അർത്ഥം ചില ആളുകളെ സംബന്ധിച്ചിടത്തോളം ആര് എന്ത് ചെയ്താലും ഒരു പ്രതികരിക്കുകയില്ല. ഇപ്പോൾ ഈ ഉദാഹരണം പറയുകയാണെങ്കിൽ ഹോട്ടലിൽ പോയി ഒരു ഫുഡ് ഓർഡർ കൊടുത്തു. ഓർഡർ കൊടുത്തതല്ല അവർക്കുള്ളത് ഒപ്പിച്ച് കൊണ്ടു തന്നാലും അതും അഡ്ജസ്റ്റ് ചെയ്ത് കഴിക്കുക. ഇനി അവരുടെ മോശമായിട്ട് പറയണ്ടേ എന്ന് കരുതിക്കൊണ്ട് കഴിക്കുക, അത് ശരിയല്ല. മോശമായിട്ടുള്ള കാര്യം ആണ് എങ്കിൽ ഇത് മോശമായിട്ടുള്ളതാണെന്ന് പറയണം. ആ മോശമായിട്ടുള്ളതാണെന്ന് പറയാന്ന് വെച്ചാൽ അർത്ഥം അവരുടെ അടുത്ത് പോയി വഴക്കുണ്ടാക്കുക എന്നല്ല. വഴക്കുണ്ടാക്കാൻ പോവുക അത് നിങ്ങൾക്ക് നിങ്ങളുടെ ശക്തി കുറയുമ്പോഴാണ്, സ്വയം സെൽഫ് റെസ്പെക്റ്റ് ഇല്ലാതാവുമ്പോഴാണ്. അതേസമയം ഇത് മോശമായതാണ്, ഇങ്ങനെയല്ല എന്ന് വേണ്ട രീതിയിൽ വേണ്ട സീരിയസ്നെസ്സോട് കൂടി ഗംഭീരമായിക്കൊണ്ട്, നല്ല ഭാഷയിൽ പറയുന്ന ഗാംഭീര്യത്തോടെ അവരോട് സംസാരിക്കാൻ പറ്റണം. ക്രോധത്തോടെയല്ല, അല്ലെങ്കിൽ വിഷമത്തോടെയല്ല. രണ്ടും നെഗറ്റീവാണ്. നിരാശ വന്നാലും അല്ലെങ്കിൽ സഹിച്ചു പോയാലും അത് നെഗറ്റീവായി മാറും. അതേസമയം തന്നെ ദേഷ്യപ്പെട്ട് പറഞ്ഞാൽ അതും നെഗറ്റീവായി തോന്നും. പക്ഷെ ഗാംഭീര്യത്തോടു കൂടി നമ്മുടെ കാര്യങ്ങൾ അവതരിപ്പിക്കാൻ കഴിയുന്നത് അത് നമ്മുടെ ശക്തിയാണ്. ആ രീതിയിൽ എന്തൊരു കാര്യത്തിനും യഥാർത്ഥമായി പ്രതികരിക്കാനും പറ്റണം. പിന്നെ നമുക്ക് ഇങ്ങനെ ഒരു കാര്യം വരുമ്പോൾ ഇനി ഇവിടെ നിന്ന് രക്ഷപ്പെടാൻ ചേർത്തം ഇതങ്ങ് വിട്ടിട്ട് പോയാലോ, ഇനി ഞാനത് ചെയ്യുന്നില്ല എന്ന് വെച്ചാലോ എന്നൊക്കെ പലരും ചിന്തിച്ചു പോകും. ഇതൊരു എസ്കേപ്പിസമാണ്, രക്ഷപ്പെടാൻ നോക്കുകയാണ്. എനിക്ക് ആ കാര്യം ചെയ്യാനതായിട്ടുള്ള പ്രയാസം കാണുമ്പോൾ എനിക്ക് എൻ്റെ മനസ്സെന്നോട് പറയുക എന്നാൽ ഇനി ആ ഭാഗത്തേക്കേ പോണ്ട, എന്നാൽ പ്രശ്നമില്ലല്ലോ. അതൊരു വിധിയല്ല. നിങ്ങൾ ഏത് കാര്യത്തിൽ നിന്ന് ഒളിച്ചോടാൻ ശ്രമിക്കുന്നു ആ കാര്യം സമയം വരുമ്പോൾ നിങ്ങളെ കുരുക്കും എന്നതിൽ യാതൊരു സംശയവുമില്ല. ആ സമയത്ത് ഒരു തയ്യാറെടുപ്പുമില്ലാതെ അത്തരം സാഹചര്യങ്ങൾ നേരിടേണ്ടി വരുമ്പോൾ അത് വളരെ കഠിനമായി നമുക്ക് തോന്നിപ്പോവും, പലപ്പോഴും തോറ്റുപോവുകയും ചെയ്യും. അതുകൊണ്ട് അങ്ങനെ എന്തെങ്കിലും കാര്യങ്ങൾ നമ്മുടെ ലൈഫിൽ വരുമ്പോൾ അവിടെ നിന്ന് ഒളിച്ചോടാതെ മാനസികമായി കൊണ്ട് തയ്യാറെടുത്തുകൊണ്ട് ആ കാര്യത്തിനെ ഫേസ് ചെയ്യാൻ വേണ്ടി തയ്യാറാവണം. നമ്മൾ ആ കാര്യത്തെ ഫേസ് ചെയ്യാൻ തയ്യാറാവാനുള്ള ഒന്നാമത്തെ കാര്യം ചെയ്യേണ്ടത് നമ്മൾ പരാതി പറയുന്നത് അങ്ങ് അവസാനിപ്പിച്ചേക്കണം.
ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്തിട്ട് എനിക്കിങ്ങനെ വന്നു, ഞാനത് ചെയ്യാൻ പോയത് കൊണ്ടാണ് എനിക്ക് ഈ പ്രശ്നം വന്നത്. ഇത് സ്വയം അവനവൻ്റെ പേരിൽ പരാതി പറയുകയാണെങ്കിലും അല്ല മറ്റൊരാളെ കുറിച്ച് പരാതി പറയുകയാണെങ്കിലും പരാതി എപ്പോഴും ഒരു നെഗറ്റീവ് ഫീലിംഗ് മാത്രമേ ക്രിയേറ്റ് ചെയ്യുള്ളൂ, ഒരു നെഗറ്റീവ് എനർജി മാത്രമേ ക്രിയേറ്റ് ചെയ്യുള്ളൂ. അതുകൊണ്ട് നമ്മൾ ചെയ്യേണ്ട 6ാമത്തെ കാര്യം പരാതി പറയാന്നുള്ള സ്വഭാവത്തെ അവിടെ ഒഴിവാക്കിയേക്കണം. പിന്നെ അടുത്ത കാര്യം നമ്മൾ ചെയ്യേണ്ടത്, നമ്മൾ ഏത് ചെയ്യണം അതിലേക്ക് നമ്മൾ ഫോക്കസ് ചെയ്യാൻ നമുക്ക് പറ്റണം. ഈ ഒരു കാര്യം ഞാനിവിടെ നിൽക്കുകയാണ്, എനിക്ക് ചൂടെടുത്തിട്ട് വയ്യ, എനിക്ക് ചൂട് മാറ്റണം എന്നുണ്ടെങ്കിൽ ഒന്നുകിൽ ഇവിടെ ഞാൻ അന്തരീക്ഷത്തിൽ തണുപ്പാക്കാനുള്ള സംവിധാനങ്ങളെ കൊണ്ടുവരാൻ വേണ്ടി പരിശ്രമിക്കണം, അല്ലെങ്കിൽ തണുത്ത ഒരു സ്ഥലത്തേക്ക് മാറാൻ ശ്രമിക്കണം. അപ്പോഴല്ലേ ചൂടിനെ അതിജീവിക്കാൻ സാധിക്കുള്ളൂ. അതേപോലെ തന്നെ നമ്മുടെ ലൈഫിൽ ഒരു സിറ്റുവേഷൻ കൊണ്ടൊരു ചൂട് പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ അതിൻ്റെ അടുത്ത സ്റ്റെപ്പ് എന്താണെന്ന് പഠിക്കുക, അതിലേക്ക് വേണ്ടി ഫോക്കസ് ചെയ്യുക. സ്വാഭാവികമായിട്ട് ഈ പരാതി പറയാനുള്ള മനോഭാവം മാറും, പേടിയും മാറും, ടെൻഷനും മാറും. ചെയ്യേണ്ട കാര്യത്തിൽ മനസ്സ് ഏകാഗ്രമാകുന്നതോടെ ഫോക്കസ് ആവുന്നതോട് കൂടിയിട്ട് മുന്നോട്ട് പോകാനുള്ള ശക്തി നമുക്ക് കിട്ടും. പിന്നെ ആ മുന്നോട്ട് പോകുന്ന സമയത്ത് പലപ്പോഴും പതറിപ്പോകുന്നത് മൂല്യങ്ങളിൽ നിന്ന് വ്യതിചലിക്കുമ്പോഴാണ്. അതുകൊണ്ട് ഒരു മനുഷ്യൻ്റെ യഥാർത്ഥമായിരിക്കുന്ന ശക്തി, യഥാർത്ഥമായിരിക്കുന്ന മനഃശക്തി മൂല്യങ്ങൾ ആധാരിതമാണ്. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ, എൻ്റെ ജീവിതത്തിൽ ഞാൻ മുറുക്കെ പിടിക്കേണ്ട എൻ്റെ മൂല്യങ്ങൾ എന്തൊക്കെയാണ്, എൻ്റെ പ്രിൻസിപ്പിൾസ് എന്തൊക്കെയാണ്, അത് സ്വയം അവനവനെ വിശകലനം ചെയ്യാനും അത് ലൈഫിൻ്റെ ഉള്ളിൽ മനസ്സിലാക്കി പഠിച്ച് നമ്മുടെ ലൈഫിൽ കൊണ്ടുവരാൻ വേണം. ഇതിൻ്റെ അനുബന്ധമായിട്ട് നമ്മൾ ധാർമ്മികമായിട്ടുള്ള പഠനങ്ങൾ കാണാം. ധർമ്മോ രക്ഷതി രക്ഷിത എന്ന് ചിലർത്ഥം ആര് മൂല്യങ്ങളുടെ ആധാരത്തിൽ തൻ്റെ കർമ്മം ചെയ്യുന്നോ അവരെ തീർച്ചയായിട്ടും മൂല്യങ്ങൾ സമയം വരുമ്പോൾ സഹായിക്കുക തന്നെ ചെയ്യും. അതുകൊണ്ട് നമ്മുടെ സ്ട്രോങ് വാല്യൂസ് ഒരു മനുഷ്യൻ്റെ ഉള്ളിൽ ഉണ്ടാകേണ്ടത് വളരെ അത്യാവശ്യമായിരിക്കുന്ന ഒരു ഘടകമാണ്. ഇത്രയും കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ ശ്രദ്ധിക്കുകയാണ് എങ്കിൽ ഒട്ടും വിഷമിക്കാനില്ല. നമുക്ക് ഈസി ആയിക്കൊണ്ട് പതുക്കെ 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 നമ്മളറിയാതെ ഈ ചെയ്യേണ്ട കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ചു നോക്ക്. നമ്മളറിയാതെ നമ്മുടെ മനഃശക്തി ഡെവലപ്പ് ആവുന്നത് കാണാം. സാഹചര്യങ്ങൾ വരുമ്പോൾ, നമ്മൾ പണ്ട് സാഹചര്യങ്ങൾ വന്നപ്പോഴത്തേക്കും തളർന്നു പോയിരുന്നവർ ഇന്ന് ഇത്രയും വലിയ സാഹചര്യം വന്നിട്ടും എനിക്ക് ഒരു കുഴപ്പവും ഉണ്ടായില്ല, ഞാൻ ഫേസ് ചെയ്തു എന്ന് അവസരം വരുമ്പോഴാണ് ഞാൻ ഇത്രയും മാറി എന്ന് പോലും നിങ്ങൾ മനസ്സിലാക്കുക. അതുകൊണ്ട് ഈ രീതിയിൽ ദിവസവും അവനവനിൽ കുറച്ച് മാറ്റങ്ങൾ ഈ ലെവൽ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് കൊണ്ടുവന്നുകൊണ്ട് നല്ല രീതിയിൽ മനഃശക്തി ഡെവലപ്പ് ചെയ്യാൻ നിങ്ങൾക്ക് സാധിക്കും. നിങ്ങൾക്ക് അങ്ങനെ സാധിക്കട്ടെ എന്ന് ഞാൻ ഈശ്വരനോട് പ്രാർത്ഥിക്കുന്നു. ഓം ശാന്തി.